ദൈവം വിളിച്ചപ്പോൾ മടികൂടാതെ ഇറങ്ങിച്ചെന്നവർ, വിശ്വസ്തരായി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർ, ദൈവത്തിന്റെ ജനതയെ വഴിതെറ്റാതെ സിയോനിലേക്ക് നയിക്കുന്നവർ, അവരാണ് ക്രിസ്തീയ വൈദികർ. ഇത് മോൺസിഞ്ഞോർ മാത്യു മുട്ടേത്താഴത്ത്. ദൈവം തന്റെ ജനതയെ നയിക്കുവാൻ വിളിച്ചു ചേർത്ത അഭിഷിക്തൻ, ലത്തീൻ ഭാഷയിൽ അഗാധ ജ്ഞാനമുള്ള പണ്ഡിതൻ. കോട്ടയം വിമലഗിരി കത്തീഡ്രൽ പള്ളിയോട് ചേർന്ന് വിശ്രമജീവിതം നയിക്കുന്ന മോൺസിഞ്ഞോർ മാത്യു മുട്ടേത്താഴത്തച്ഛൻ കർത്താവിന്റെ ശുശ്രൂഷയിൽ താൻ പിന്നിട്ട വഴികൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. 1932 ജൂലൈ 12 തൊടുപുഴ പന്നിമറ്റത്ത് മുട്ടേത്താഴത്ത് പീറ്റർ അന്നമ്മ ദമ്പതികളുടെ മകനായിയാണ് മോൺസിഞ്ഞോർ മാത്യു അച്ഛൻ ജനിക്കുന്നത്. വൈദികനായി തീരുവാൻ ഒരു പ്രത്യേക സംഭവം മോൺസിഞ്ഞോർ മാത്യു മുട്ടേത്താഴത്തച്ഛന്റെ ജീവിതത്തിലുണ്ടായി. അത് ഇപ്രകാരമായിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരച്ഛൻ, അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ എല്ലാവരും വളരെ ആദരവോടുകൂടി അദ്ദേഹത്തോട് പോയി സ്തുതി ചെല്ലുകയും ഒക്കെ ചെയ്യും. അദ്ദേഹത്തിൽ ഒത്തിരി കഴിവുകൾ ഉണ്ടായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ആ നാട്ടിലൊക്കെ നെല്ല് വിളയാൻ തുടങ്ങുമ്പോൾ ചാഴിയുടെ ശല്യം ധാരാളം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാവരും അച്ഛനെ വിളിച്ചു കൊണ്ടുപോയി ചാഴി വിലക്കും. അച്ഛൻ ആ പാടത്ത് പോയിട്ട് നിന്ന് 2 പ്രാർത്ഥനയൊക്കെ ചൊല്ലി വെള്ളം തെളിക്കുന്നത് കാണാം. അങ്ങനെ ചാഴി വിലക്കിന് വളരെ ഫേമസ് ആയിരുന്നു. ചാഴിയെല്ലാം പറന്ന് പോകുമായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഒരാഗ്രഹം ഉണ്ടായി, എനിക്കും അച്ഛനെ പോലെ ഒരു അച്ഛനായി തീരണം. അങ്ങനെ അച്ഛനായി തീരണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചു. SSLC എല്ലാം പാസ്സായി കഴിഞ്ഞപ്പോൾ വിജയവരം രൂപതയിലെ ഒരു മെത്രാൻ ബിഷപ്പ് അംബ്രോസ് അബ്ബസോലോ OCD സ്പെയിൻകാരനായിരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം അവിടെ വന്ന് പള്ളിയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ അന്ന് മധുരവേലി പള്ളിയുടെ അടുത്തായിരുന്നു എൻ്റെ വീട്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാനയ്ക്ക് കൂടും. പള്ളിയിലെ മറ്റു കാര്യങ്ങളിലൊക്കെ അച്ഛനെ സഹായിക്കും. അച്ഛന് എന്നോട് വളരെ താല്പര്യമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. പിതാവ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി പിതാവിൻ്റെ കൈമുത്തി. അപ്പോൾ എന്നോട് ചോദിച്ചു, പേരൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, നിൻ്റെ ആഗ്രഹം എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഭാഷ എനിക്ക് ശരിയായിട്ട് മനസ്സിലായില്ല. ആ ആഗ്രഹം എന്താണ്? സ്പെയിൻകാരനല്ലേ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ രീതിയിലാണ് എന്നോട് ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കിയത് ആഹാരം എന്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം.
അപ്പോൾ ഞാൻ പറഞ്ഞു, ചോറ് ആഹാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ ചോറാണെന്ന് ഞാൻ പറഞ്ഞു. എടാ, അതല്ല നിന്നോട് പറഞ്ഞത്, നിന്നോട് ചോദിച്ചത് നിൻ്റെ ആഗ്രഹം എന്താണെന്നാണ്. ഞാൻ അപ്പോൾ പറഞ്ഞു, എനിക്കൊരു വൈദികനാകണം. ഉടനെ ബിഷപ്പ് അച്ഛനോട് പറഞ്ഞു, കളത്തിലച്ഛൻ ജോർജ് കളത്തിൽ എന്ന് പറയുന്ന ഗോതിരത്തുകാരൻ അച്ഛനായിരുന്നു അന്നത്തെ വികാരി. അപ്പോൾ പിന്നെ നീ അച്ഛൻ്റെ അടുത്ത് പോയി ലത്തീൻ പഠിക്കുക, അതിനുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ ഒരുക്കും. ശരി എന്ന് ഞാൻ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് ലത്തീൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ ലത്തീൻ പഠിക്കാനായിട്ട് തുടങ്ങി. എന്നെ രൂപതയിലെടുത്തു എന്ന് എൻ്റെ കൂട്ടുകാരനായ ക്ലാസ്മേറ്റും കൂട്ടുകാരനുമൊക്കെ ആയിരുന്ന ജെ.സി. കാലായിൽ, ഇപ്പോൾ രോഗിയായിട്ട് തെള്ളകത്തുള്ള പ്രീസ്റ്റ് ഹോമിലുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ വേറെ ഒരു 3-4 പേര് കൂടി അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു. നാളെ 5 പേരവിടെ ലത്തീൻ പഠിക്കാൻ തുടങ്ങി. പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇനി കോട്ടയത്തുള്ള മൈനർ സെമിനാരിയിലേക്ക് വരിക എന്ന് പറഞ്ഞ് ഞങ്ങൾ മൈനർ സെമിനാരിയിൽ ചേർന്നു. മൈനർ സെമിനാരിയിലെ പഠനം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ, ബ്രദേഴ്സിനെയൊക്കെ ആലുവ സെമിനാരിലേക്ക്, മേജർ സെമിനാരിലേക്ക് പറഞ്ഞു വിട്ടു. എന്നോട് പിതാവ് പറഞ്ഞു, നിങ്ങളെ ബാംഗ്ലൂർ സെമിനാരിലേക്ക് ഇയാളെ അയക്കുകയാണ്, അതിന് സമ്മതമാണോ എന്ന് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സമ്മതമാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് പഠനം തുടങ്ങി. ഞങ്ങൾ ഏതാണ്ട് 20 മലയാളി ചെമ്മാച്ചന്മാരുണ്ടായിരുന്നു, ബ്രദേഴ്സ്. അതിൽ ഗായക സംഘത്തിൽ എന്നെ മാത്രമേ എടുത്തുള്ളൂ. കാരണം മലയാളികളെന്ന് കേൾക്കുമ്പോൾ പാട്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരൊന്നും അറിഞ്ഞുകൂടാത്തവരെന്നൊരു ധാരണയായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. അതേ സമയത്ത് ഞാൻ അവരുടെ കൂടെ പാടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഇഷ്ടമായി, എന്നെ കൊയറിലെടുത്തു. അങ്ങനെ 7 വർഷം അവിടെ കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് എൻ്റെ പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് തോമസ് പൊതയ്ക്കാമുറി എനിക്ക് വൈദിക പട്ടം തന്നു. വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം ഞാൻ കോട്ടയത്ത് അംബ്രോസ് ബിഷപ്പിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ, ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, കുമ്പസാരിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഫാക്കൽറ്റിക്ക് ഒരു പ്രത്യേക പരീക്ഷയുണ്ട്, അതിനത് എഴുതാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ബാക്കിയുള്ളവരെല്ലാം പരീക്ഷ എഴുതി പാസ്സായി, അവർ പോയി. ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്, കുഴപ്പമൊന്നുമില്ല. ഏതായാലും എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞ് ഞാൻ വിളിപ്പിച്ചു. എന്നോട് ആദ്യമേ ചോദിച്ചു, കുമ്പസാരത്തിനുള്ള അബ്സൊല്യൂഷൻ കൊടുക്കുന്നതിനുള്ള ഫോർമുല ഒന്ന് ചെല്ലാവോ എന്ന് ചോദിച്ചു. ഞാൻ ഉടനെ തുടങ്ങി. മിസരിയാത്തുർ തുയ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ പ്രാർത്ഥന ഞാനത് ചൊല്ലി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനഫ് യു ക്യാൻ ഹിയർ കൺഫെഷൻ എന്ന് പിതാവ് പറഞ്ഞു. ആദ്യം എനിക്ക് കിട്ടിയ ജോലി ഹോളി ഫാമിലി ഹൈസ്കൂളിനോടനുബന്ധിച്ച ഒരു അപ്പസ്റ്റോലിക് സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പസ്റ്റോലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ വൈദികരാകാൻ ആഗ്രഹമുള്ള രൂപതയിലെ കുട്ടികളെ താമസിച്ച് അവർ ഹൈസ്കൂളിൽ പോയി പഠിക്കും. അവർ എൻ്റെ കീഴിൽ, എൻ്റെ കൂട്ടത്തിൽ അവിടെ താമസിക്കും. അതിന് അപ്പസ്റ്റോലിക് സ്കൂൾ എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ഇങ്ങനെ ഏതാണ്ട് 11 വർഷത്തോളം ഞാൻ അവിടെ അപ്പസ്റ്റോലിക് സ്കൂളിലെ റെക്ടറായിട്ട് അവിടെ ജോലി ചെയ്തു. അതിനുശേഷം അവിടുത്തെ പരിപാടിയെല്ലാം തീർന്നു കഴിഞ്ഞ് എന്നെ അവിടുന്ന് ബിഷപ്സ് ഹൗസിലേക്ക് വിളിച്ചു. ബിഷപ്സ് ഹൗസിൽ വന്ന് പലതരത്തിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ ജോലി ചെയ്തു. രൂപതയിലെ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട തസ്തികകളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്.
11 വർഷം ചാൻസലറായിട്ട് ജോലി ചെയ്തു. മോൺസിഞ്ഞോർ മാത്യു മുട്ടേത്താഴത്തച്ഛൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു. ദൈവജനത്തിന് ആരാധിക്കുവാൻ മനോഹരമായ ഒരു ദേവാലയം കൂടിയേ തീരൂ എന്നുറച്ചു വിശ്വസിച്ച വൈദികനായിരുന്നു മോൺസിഞ്ഞോർ മാത്യു മുട്ടേത്താഴത്ത്. അപ്രകാരം തൻ്റെ ശുശ്രൂഷാ കാലയളവിൽ കോട്ടയം പാക്കിൽ സെന്റ് തെരേസാസ് ദേവാലയവും വെട്ടിമുകൾ സെന്റ് പോൾസ് ദേവാലയവും പുതുക്കിപ്പണിയുവാൻ മുട്ടേത്താഴത്തച്ഛൻ മുൻകൈയെടുത്തു. പാക്കിൽ സെന്റ് തെരേസാസ് ചർച്ച് മനോഹരമായ ഒരു ദേവാലയമാണ്. ആദ്യഘട്ടത്തിൽ ഈ ദേവാലയത്തിന്റെ നിർമ്മാണം നടത്തിയത് മോൺസിഞ്ഞോർ മാത്യു മുട്ടേത്താഴത്തച്ഛനാണ്. രൂപതയിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് ഒരു ഇടവകയിലേക്ക് വികാരിയായിട്ട് വിടുന്നത് ഈ പള്ളിയിലേക്കാണ്, ഈ പാക്കിൽ പള്ളിയിലേക്ക്. അവിടെ 4 വർഷം ജോലി ചെയ്തു. അതിനുശേഷം വിദേശത്ത് പോകാനുള്ള ഒരവസരം എനിക്കുണ്ടായി. അവിടെ പോയി വന്നപ്പോൾ എന്നെ വേറെ സ്ഥലത്തേക്കാണ് പിന്നെ വിട്ടത്. എങ്കിലും 4 വർഷം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ 8 വർഷം ഞാൻ ഈ പള്ളിയിൽ ജോലി ചെയ്തു. ഈ പള്ളിയിലേക്ക് ഓരോ പ്രാവശ്യവും കടന്നു വരുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഞാൻ കടന്നു വരുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഒരു കറുത്ത മുഖവും എനിക്ക് കാണേണ്ടതായി വന്നിട്ടില്ല. എല്ലാവരും എന്നെ സ്നേഹിച്ചിരുന്നു, ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. അവർക്ക് എന്നെ കാണുന്ന ഇപ്പോഴാണെങ്കിലും എന്നെ കാണുന്നത് അവർക്ക് വലിയ സന്തോഷമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ ഇടവകയിൽ ഒത്തിരിയേറെ പ്രവർത്തിച്ച വ്യക്തിയാണ് മുട്ടത്താഴത്തച്ഛൻ. 2 പ്രാവശ്യമായിട്ടിവിടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ ജനങ്ങളുടെ ഹൃദയം കവർന്ന വ്യക്തിയാണ്, ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അച്ഛനും ജനങ്ങളുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഇപ്പോഴും മുട്ടത്താഴത്തച്ഛൻ എന്ന് പറയുമ്പോൾ പലർക്കും വലിയ താല്പര്യമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രചോദനം നൽകിയ ഒരു വ്യക്തിയാണ് മോൺസിഞ്ഞോർ മുട്ടത്താഴത്ത്. അത് അഭിമാനത്തോടെ, സന്തോഷത്തോടെ, നന്ദിയോടെ സ്മരിക്കാനുള്ള കാര്യമാണ്. ഞാൻ 1962 സെമിനാരിയിൽ വരുമ്പോൾ അന്ന് ഹോളി ഫാമിലി അപ്പസ്റ്റൽ സ്കൂളിൽ ഡയറക്ടറായിരുന്നു അച്ഛൻ. ഞങ്ങൾ പലപ്പോഴും അവിടെ പോകുമായിരുന്നു. അച്ഛൻ ഞങ്ങളെ കാണാൻ വരുമായിരുന്നു. അച്ഛൻ ഞങ്ങളെ സെമിനാരിയിലെ മ്യൂസിക് പഠിപ്പിക്കാൻ വരുമായിരുന്നു. പാട്ടുകാരനാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ പാട്ടിനോട് വലിയ കമ്പമാണ്. എല്ലാ ഞായറാഴ്ചകളിലും പാട്ട് പഠിപ്പിക്കാനായിട്ട് അച്ഛൻ അവിടെ വരുമായിരുന്നു. ആ ബന്ധം വളരെ അടുത്ത ബന്ധമായിരുന്നു. എല്ലാ സ്റ്റുഡൻസുമായിട്ട് അച്ഛൻ നല്ല ബന്ധമായിരുന്നു. അതുപോലെ ഞങ്ങളെ ഹോളി ഫാമിലിയിൽ വെൽക്കം ചെയ്യുമായിരുന്നു പലപ്പോഴും. അങ്ങനെ ആ ബന്ധം അവിടെ തുടർന്നു. പിന്നീട് മേജർ സെമിനാരിൽ പോയി വരുമ്പോഴൊക്കെ അച്ഛൻ ഓരോ തലങ്ങളിലായിരുന്നു. പല രൂപതയിലെ പല പോസ്റ്റുകളിലൊക്കെ ഇരുന്നുകൊണ്ട് രൂപതയിലെ നിസ്തുലമായ സേവനം അനുഷ്ഠിച്ച് വരിക അദ്ദേഹം. ഞാൻ 1974 പൗരോഹിത്യം സ്വീകരിക്കുന്നത്. ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ആണ് എനിക്ക് പൗരോഹിത്യ ശുശ്രൂഷയിലെ സഹായിച്ചത്. വേളൂർ ഗായക സംഘം അച്ഛനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. അച്ഛൻ 1986 ഇവിടെ ചാർജ് എടുക്കുകയും ഇവിടെ അച്ഛന് കഴിയുന്ന സമയത്താണ് ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിതമാകുകയും ഇവിടെ നേരത്തെ ഒരു പഴയ പള്ളിയായിരുന്നു, അത് പൊളിച്ചു പണിയുകയും പള്ളി മേട പണിയും ചെയ്തു. പിന്നെ പാരിഷ് ഹാൾ പണിതു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അച്ഛൻ്റെ കാലത്താണ് ആദ്യമായിട്ട് തുടങ്ങുന്നതും അത് അന്ന് തൊട്ട് ഇന്ന് വരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അന്നേണ്ട് ഏകദേശം 8-9 വാർഡേ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് 14 വാർഡുകളായി രൂപീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഔസേപ്പിതാവിൻ്റെ നൊവേന തിരുനാൾ പിന്നെ ബുധനാഴ്ച ദിവസം ഇവിടെ നൊവേന ഉണ്ടായിരുന്നു. അന്ന് അന്ന് അച്ഛൻ്റെ കാലത്താണ് നൊവേന ഇവിടെ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ ഇടവകയിലെ നല്ല ഒരു ജനങ്ങളുമായിട്ട് നല്ലൊരു സഹകരണമായിരുന്നു. ഞങ്ങളുടെ ഇടവക്കാരല്ലാതെ മറ്റുള്ള സമുദായക്കാരുമായിട്ടും അടുത്ത് അച്ഛൻ നല്ല ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ വന്ന് ഇരുന്ന് ഒരു 1-1.5 വർഷം കഴിഞ്ഞിട്ടാണ്. അന്നേരം പണ്ട് ഓടായിരുന്നു, ചോരുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
അന്നത് ഭിത്തിയൊക്കെ വളരെ പഴകിയ വർഷങ്ങൾ പഴക്കമുള്ള ആയതുകൊണ്ട് അത് പൊളിച്ച് പണിയാൻ അന്ന് കമ്മിറ്റിക്കാരെല്ലാം കൂടെ തീരുമാനിച്ചു. അന്ന് അച്ഛനിവിടെ എല്ലാ ആൾക്കാരെയും നല്ലപോലെ സഹകരിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം അച്ഛൻ പള്ളിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. ഇവിടെ കൃഷി ചെയ്യുന്നതിന് തന്നെ കൂലിക്കാരെ ഒന്നും നിർത്താതെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ഞങ്ങൾ ഈ ഓരോ വീടുകളിൽ നിന്നും ചാണകവും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ കൃഷി ചെയ്യുമായിരുന്നു. അങ്ങനെ അച്ഛനോട് കൂടി സഹകരിക്കാൻ ഇവിടെയുള്ള ഈ പള്ളിയിലുള്ള ചെറുപ്പക്കാർ സെറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം കൂടി തന്നെയാണ് ഈ പള്ളിയുടെ ഓരോ ദിവസവും ഓരോ ഭിത്തി വെച്ച് പൊളിച്ചാണ് കംപ്ലീറ്റ് പൊളിച്ച് കല്ലടുക്കി ഞങ്ങൾ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പള്ളി പണിതത്. ഞാൻ 1985-86 കാലഘട്ടങ്ങളിലാണ് ബഹുമാനപ്പെട്ട ഫാദർ മാത്യു മുട്ടത്താഴത്ത് അച്ഛനുമായിട്ട് പരിചയപ്പെടുന്നത്. ആ കാലയളവിൽ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ പഠനത്തോടൊപ്പം തന്നെ പഠനത്തിന് ശേഷം നിനക്ക് ഒരു ജോലി സ്വായത്തമാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പക്ക നമ്മുടെ രൂപതയിൽ സെൻറ്റ് ജോസഫ് ITC എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ടെന്ന് പറയുകയും അവിടെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട്, നീ അതിൽ ചേരണം എന്ന് നിർബന്ധപൂർവ്വം പറയുകയും ചെയ്തു. അതിന് പ്രകാരം അച്ഛനന്ന് രൂപത വൈസ് ചാൻസലറായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹം തന്നെ നിർബന്ധിച്ച് എന്നെ അവിടെ കൊണ്ട് ചെന്ന് ആക്കുകയും ഒരു ജോലിയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. ആ സമയമെല്ലാം അച്ഛൻ എനിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും തന്നു, എന്നെ എല്ലാ വിധത്തിലും സഹായിച്ചു. എല്ലാ ദിവസവും രാവിലെ അച്ഛൻ വിജയപുരം രൂപതയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനമായ ഒരു LML സ്കൂട്ടർ വെസ്പായിൽ എന്നെ പുറകിലിരുത്തി അദ്ദേഹം കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ എന്നെ ITCയിൽ കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പോൾ ITCയിലെ മാനേജരെ പരിചയപ്പെടുത്തി അവിടെ ഒരു വർഷക്കാലം എന്നെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ വർക്കിലേക്ക് അദ്ദേഹം നയിക്കുകയും അവിടെ നിന്ന് പഠനത്തോടൊപ്പം തന്നെ എന്നെ എല്ലാ കാര്യങ്ങളിലും പള്ളി ചർച്ച് കൊയറിൽ അദ്ദേഹം എന്നെ അംഗമാക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം എൻ്റെ കൂട്ടത്തിൽ സഹായിച്ചു. എല്ലാ വർഷവും എന്ത് കാര്യമുണ്ടെങ്കിലും അദ്ദേഹം നടത്തി തരികയും ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ മാത്യു മുട്ടത്താഴത്തിനാണ് ഇന്ന് എന്നെ എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്നെ ഒരു ജോലിക്കാരനാക്കി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തിയാക്കി തന്നത്. ആയിരത്തി 1992-96 കാലയളവിൽ നിർമ്മിച്ച വെട്ടിമുകൾ പള്ളി മുട്ടേത്താഴത്ത് അച്ഛൻ്റെ ആശയപ്രകാരമാണ് രൂപകൽപ്പന ചെയ്തത്. 8 ദിശകളിലായി ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കാവുന്ന നിലയിൽ മുട്ടേത്താഴത്തച്ഛൻ ഈ ദേവാലയം പണിതു. എൻ്റെ മനസ്സിൽ ഒരു പുതിയ പള്ളിയുടെ പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് 8 വട്ടം 8 വശങ്ങളുള്ള പള്ളി. അതിൻ്റെ ഉദ്ദേശം 2 കാരണങ്ങളുണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്നാമത്തെ കാരണം അവിടെ സ്ഥലപരിമിതി, നീളമുള്ള പള്ളി പണിയാനായിട്ട് അവിടെ സ്ഥലമില്ലായിരുന്നു. രണ്ടാമത്തെ കാരണം അങ്ങനെ ഒരു 8 വട്ടത്തിലുള്ള ഒരു പള്ളി പണിയുകയാണെങ്കിൽ കുർബാനയിൽ സംബന്ധിക്കാൻ വരുന്നവർക്കെല്ലാം അൾത്താരയുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കും. മൈക്കില്ലാതെ തന്നെ അച്ഛന് സ്വതന്ത്രമായിട്ട് സംസാരിക്കാം. അച്ഛൻ എല്ലാവരെയും കേൾക്കുകയും ചെയ്യും. അച്ഛനെ എല്ലാവരും കേൾക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചിന്തകളുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു കോൺട്രാക്ടറെ കിട്ടി, പണി ആരംഭിച്ചു. ആ പള്ളിയുടെ പണി പൂർത്തിയായി. അത് കഴിഞ്ഞപ്പോൾ ഒരു പള്ളിമേടയും കൂടി വേണമെന്നുള്ള ചിന്തയോടുകൂടി പഴയ പള്ളിയുടെ സമീപത്ത് ഉണ്ടായിരുന്ന പഴയ പള്ളിമേട ഞാൻ പുതുക്കി പണിത് വാസയോഗ്യമാക്കി. ഇവിടെ നമ്മുടെ മാത്യു മുട്ടത്താഴത്ത് അച്ഛൻ 1992 ഇവിടെ സേവനം ചെയ്യാനായിട്ട് കടന്നു വരുന്നത്. അച്ഛൻ നല്ല ഒരു പാട്ടുകാരനും പ്രസംഗകനുമൊക്കെയാണ്. ഈ 5 പഞ്ചായത്തിലായിട്ട് കാണക്കാരി, ഏറ്റുമാനൂര്, കിടങ്ങൂര്, കടപ്പളാമറ്റം, അതിരമ്പുഴ എന്നീ 5 പഞ്ചായത്തുകളിലായിട്ട് വിശാലമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ ഇടവകയുടെ പരിധിക്കുള്ളിൽ വരുന്നത്. ഈ 5 പഞ്ചായത്തിലെയും ജനങ്ങളെ കാണുവാനും കുടുംബങ്ങൾ സന്ദർശിക്കുവാനും കുടുംബ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനുമായി അച്ഛൻ എല്ലാ ദിവസവും അക്ഷീണ പരിശ്രമം ചെയ്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ വിസിറ്റിംഗ് നടത്തുമായിരുന്നു.
മിക്കപ്പോഴും അച്ഛൻ്റെ കൂട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നത് ഞാനാണ്. അച്ഛൻ നല്ലൊരു ഗായകനാണ്. ഇവിടുത്തെ ഗായിക സംഘത്തെ പരിപോഷിപ്പിക്കുകയും നല്ല ഒരു കൊയറായിട്ട് വളർത്തുകയും ചെയ്തു. അച്ഛൻ്റെ കാലത്ത് 1994 അച്ഛൻ ഇവിടെ സേവനം ചെയ്യുന്ന ഹോളി ക്രോസ് കോൺവെൻറ്റിൽ ഇരിക്കുന്ന സമയത്താണ് പിതാവുമൊത്ത് ഇരിക്കുന്ന പീറ്റർ പിതാവ് കാലം ചെയ്ത പീറ്റർ പിതാവുമായി ഇവിടെ ഇരിക്കുമ്പോഴാണ് ഒരു മഴയും കാറ്റും ഇടിയും ഉണ്ടാകുന്നത്. ഈ ഇടിവെട്ടലിൽ നിലവിലുണ്ടായിരുന്ന പള്ളിയും പള്ളിമേടയും തകർന്നുപോയി. അപ്പോൾ പുതിയ ഒരു പള്ളിയും പള്ളിമേടയും പണിത് തരാം എന്ന് പിതാവ് വാഗ്ദാനം ചെയ്യുകയും അന്ന് മുതൽ അതിൻ്റെ പരിശ്രമം ആരംഭിക്കുകയും ചെയ്തു. ആദ്യമായി അച്ഛൻ്റെ തന്നെ രൂപകൽപ്പന പ്രകാരം പള്ളിമേട പണിയുകയും അച്ഛൻ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു രൂപത്തിൽ ഇവിടെ പള്ളിക്ക് സ്ഥാനം കാണുകയും ചെയ്തു. അപ്പോൾ അതുപോലെ 1994 പള്ളി പണി ആരംഭിക്കുകയും 95 പള്ളി പണി പൂർത്തിയാകുകയും അഭിവന്ദ്യ പീറ്റർ തുരുത്തിക്കോടം പിതാവ് ആശീർവാദ കർമ്മം നടത്തുകയും ചെയ്തു. ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങളെ സ്നേഹിക്കുക ഇടവക ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ കടന്നു വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെ സാധിക്കുകയും ചെയ്യുന്ന അച്ഛൻ കടന്നു വരികയും അച്ഛനോട് വന്നതിൻ്റെ ശേഷം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ജനങ്ങളോട് വിഷമങ്ങളും പ്രയാസങ്ങളും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വീണ്ടും ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി പ്രാർത്ഥനാ ഗ്രൂപ്പെല്ലാം വളരെ ശക്തമാക്കി. അങ്ങനെ വീണ്ടും പിന്നെ എല്ലാ ആത്മീയവും ഭൗതികമായ കാര്യത്തിൽ അച്ഛൻ വളരെയേറെ ത്യാഗം ചെയ്ത് അതിനോടൊപ്പം തന്നെ പള്ളി പണിത് പിന്നെ പള്ളി മുറിയാണ് നേരത്തെ മുറി ഇടിമിന്നലേറ്റ് താർന്നു പോയായിരുന്നു. പിന്നെ അച്ഛനത് പറഞ്ഞ് ഞങ്ങൾ ഇടവജനം എല്ലാം സഹകരിച്ച് നല്ലൊരു മേട പണിയുകയും ബാക്കിയുള്ള എല്ലാ പള്ളിയും പിന്നെ ഇടവജനങ്ങളെയും വളരെയേറെ എല്ലാ രീതിയിലും അച്ഛൻ സഹായിക്കുകയും ചെയ്ത ഒരു വേരിയച്ഛനാണ് മുട്ടത്താഴത്തച്ഛൻ. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ